ഹലോ, ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 9 ആണ്. അതായത് നമ്മൾ സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഹെയർ പാക്കിനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി ഇലകളാണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഇന്ന് ചെമ്പരത്തി ഇലയാണ് കേട്ടോ. ചെമ്പരത്തി ഇലയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയേണ്ട, ഒട്ടുമിക്ക പേരും നമ്മുടെ താളിയായിട്ടും അല്ലെങ്കിൽ ഹെയർ പാക്കിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചെമ്പരത്തി ഇല എന്ന് പറയുന്നത്. ചെമ്പരത്തി ഇല നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ലാണ്ട് നമുക്ക് ഹെയർ ഫോൾ ഇഷ്യൂസിന് നല്ലതാണ്, ഡാൻഡ്രഫിന് നല്ലതാണ്, മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ, അകാല നര കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറ്റാർ വാഴയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ചെമ്പരത്തി ഇല ഞാൻ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല്, ഞാനിപ്പോൾ ഒരു പീസാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത്രയും കറ്റാർ വാഴ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇനി ഇത് നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സംഭവം എൻ്റെ കയ്യിൽ ഫ്രഷായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതിലിപ്പോൾ അരച്ചെടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാര്യം ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനോടൊപ്പം ഇവ രണ്ടിൻ്റെ കൂടെ ഒപ്പം അരച്ചെടുത്തിട്ട് ഇങ്ങനെ അരച്ചെടുത്താൽ മതിയാകും. അപ്പം ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത ആളെ ഞാൻ കാണിച്ചു തരാം. അതും നമ്മുടെ മുടി വളർച്ചയിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. താരനൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് റിമൂവ് ആകുന്ന ഒരു സാധനമാണ്. നമ്മുടെ നീം ലീവ്സ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേപ്പിൻ്റെ ഇല നിങ്ങൾക്ക് ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ അവ എടുക്കാം. അതും നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഇലയുടെ അതേ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ പൗഡറായിട്ട് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ കണക്കിന് പൗഡറായിട്ട് എത്ര കിട്ടുമെന്ന് വെച്ചാൽ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ ഒരു 1.5 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രഷായിട്ട് ആണ് 2 ഇലകൾ എടുക്കുന്നതെങ്കിൽ ഈക്വലായിട്ട് എടുക്കുക. കുറച്ച് അലോവേരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇവയൊക്കെ നിങ്ങളുടെ കയ്യിൽ പൊടികളായിട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ രണ്ടും ഈക്വലായിട്ട് പൊടികളെടുക്കുക. അലോവേര ഉപയോഗിച്ച് കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. ലേശം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാണ്ടിരിക്കാം. ഒരു വാട്ടറിൽ തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലിൽ തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അലോവേര ജെല്ലില്ലാത്തവർക്ക് വാട്ടറിൽ തന്നെ കലക്കിയെടുത്താലും മതിയാകും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ മുടിയിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുടിയുടെ ലെങ്തിലേക്കും എന്താ പറയുക സ്കാൽപ്പിലേക്കൊക്കെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് ഇപ്പോൾ പാക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവേർഷൻ മെത്തേഡ് ഞാനിപ്പം ചെയ്തില്ല കേട്ടോ, അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഷാമ്പൂ ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുകയായിരുന്നു മുടി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹെയർ പാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കാം. അത് ഇപ്പം രാത്രി ആയാലും രാവിലെ ആയാലും ഏതാണോ നമുക്ക് സമയം കിട്ടുക ആ ഒരു നേരത്ത് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല, ഹെയറിൻ്റെ ആ ഒരു സ്കാൽപ്പിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്തിലേക്കും കൂടി വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ നല്ലതാണ്, നമ്മുടെ മുടി നന്നായിട്ട് കിടക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ എടുക്കാം കേട്ടോ, ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്കൊരു 30 മിനിറ്റ് വെച്ചേക്കാം. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് മതിയാകും. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ ഒരു പാക്ക് തന്നെ നമുക്ക് നന്നായിട്ടൊരു ക്ലെൻസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ ഷാമ്പൂവിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ചെമ്പരത്തി ഇലയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സും വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നന്നായിട്ട് ഹെയർ ഫോളിക്കിൾസ്, അടഞ്ഞു പോയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിന് വരെ നന്നായിട്ട് എന്താ പറയുക അതിൽ വരെ പുതിയ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് നന്നായിട്ട് ഹെയറിനൊരു കളർ കൊടുക്കും കേട്ടോ, നന്നായിട്ടൊരു ഡാർക്ക് കളർ കൊടുക്കാൻ സഹായിക്കും. നാച്ചുറൽ ക്ലെൻസർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് മുടി കിടക്കും. മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പാറിപ്പറന്നൊന്നും കിടക്കത്തില്ല. ആ ഒരു ഷൈനിങ്ങോട് കൂടി നല്ല
സോഫ്റ്റായിട്ട് നമ്മുടെ മുടി കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അലോവേര ആണെങ്കിലും ഈ ഒരു സംഭവം നന്നായിട്ടൊരു ഷൈനിങ് കൊടുക്കുന്നതാണ്. നന്നായിട്ട് മാനേജബിളായിട്ട് നമ്മുടെ മുടി കിടക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഡ്രൈ ഹെയർ ഇഷ്യൂസ്, ഡ്രൈ സ്കാൽപ്പ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. നന്നായിട്ട് മുടി വളർച്ചയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു അലോവേര. അതുപോലെ തന്നെ നമ്മുടെ നീം ലീവ്സ് ആണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, നമുക്ക് താരൻ അതുപോലെ തന്നെ പെയിൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കൺട്രോൾഡ് ആക്കാൻ സഹായിക്കും. ഫുള്ളായിട്ട് തന്നെ നമ്മുടെ തലയിൽ നിന്ന് റിമൂവ് ആക്കാൻ അത് സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി ഞാൻ എന്തൊക്കെ കോപ്രായങ്ങളായി കാണിക്കുന്നതെന്നാണ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഹെയർ വാഷ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഒരു 7 ദിവസമായിട്ട് ഒരു കാര്യം 7 ദിവസത്തെ ഒരു കാര്യം ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതായത് ഐബ്രോസിൻ്റെ ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.